മണിപ്പൂർ മുഖ്യമന്ത്രി താൻ ഉൾപ്പെടുന്ന വംശത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അക്രമികളെ പിന്തുണയ്ക്കുന്ന പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്തുവരുന്നു. ലോകം മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല. മണിപ്പൂരിലേത് വംശീയ കലാപമാണെന്ന നിക്ഷിപ്ത ന്യായീകരണങ്ങൾക്കിടെ കലാപത്തിന്റെ ഒരു വശത്തുള്ള മെയ്തേകൾ സ്വന്തം വംശത്തിലെ ക്രൈസ്തവരെ കൊല്ലുകയും അവരുടെ വീടുകളും സ്ഥാപനങ്ങളും പള്ളികളും കത്തിക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ മണിപ്പൂരിലെ വംശീയ കലാപത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതിയിരിക്കുന്നു. അതായത് 2023 മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ മെയ്തേകളും കുക്കികളും മാത്രമല്ല പങ്കെടുക്കുന്നത്. അതാണ് കലാപം നീണ്ടുപോകുന്നതിന് കാരണവും. വർഗീയ ഇന്ധനം നിറച്ച രാഷ്ട്രീയ കന്നാസുകൾ അടയ്ക്കാതെ ഈ അഗ്നി അണയുകയില്ല. മണിപ്പൂരിലെ സ്ത്രീകൾക്ക് ഇരട്ട മരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടമാനഭംഗവും ക്രൂരമായ പ്രാണനെടുക്കലും. സ്ത്രീകളെ നഗ്നരായി തെരുവിലൂടെ നടത്തുന്നതും കൂട്ടമാനഭംഗം ചെയ്യുന്നതുമൊക്കെ കണ്ടും കേട്ടും അക്രമികളെ പിന്തുണച്ചും അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത്? റഷ്യയും യുക്രൈനും സഹിക്കുന്ന വേദനയോർത്ത് മനസ്സുനൊന്ന് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിലെ മാനഭംഗങ്ങളും കൊലപാതകങ്ങളും നിലവിളിയും കാണുകയോ 1.5 വർഷത്തിനിടെ ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. ചില പ്രസ്താവനകൾ നടത്തിയതുപോലും നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു. അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് മനുഷ്യത്വമുള്ളവർക്ക് ചിന്തിക്കാനാകില്ല. രാഷ്ട്രീയക്കാരല്ലാത്തവരെ മുന്നിൽ നിർത്തിയുള്ള പരിഹാരങ്ങളാണ് ഇനി മണിപ്പൂരിൽ നടക്കേണ്ടത്. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കമ്മീഷനുകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾക്ക് കാത്തിരിക്കാൻ ഇനി ആ നാടിനാവില്ല. മെയ്തേകളും കുക്കികളും മനുഷ്യരാണ്. രാജ്യത്തിനകത്തു നിന്നോ പുറത്തു നിന്നോ കലാപകാരികൾക്ക് ഒരു സഹായം ലഭിക്കരുത്. പട്ടാള പോലീസ് നടപടികൾക്ക് സമാന്തരമായി നടത്തേണ്ട നിരായുധീകരണങ്ങളും സമാധാന ശ്രമങ്ങളും നടത്തണം. നിഷ്പക്ഷനായ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ മാത്രമേ ഇതിന് തുടക്കമിടാനെങ്കിലും കഴിയൂ. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടിടത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ആശ്വാസമായേക്കും. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സന്റെ വാക്കുകൾ പ്രസക്തമാണ്. സ്വാഭാവികമായി പൊട്ടിപ്പുറപ്പെടുന്നതാണ് കലാപം. പദ്ധതിയിട്ട് നടപ്പാക്കുന്നത് യുദ്ധമാണ്. മണിപ്പൂരിൽ ഇതിൽ ഏതായാലും യുദ്ധങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് കലാപം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നത് അവിശ്വസനീയം തന്നെയാണ്.